വല്ലവന്റെ ഒളിച്ചോടി പോയാൽ നിങ്ങളെ മൂത്തമ്മ എന്നോട് കാവൽ നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ വരല്ലേ കേട്ടോ. യവനെ കൊണ്ട് മത്തായിയത് അച്ഛൻ വരുന്നടാ. ഞാൻ അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ അമ്മ ചേട്ടിട്ട് പോയ മനുഷ്യനാണ് അയാൾ. എന്നിട്ട് വന്നിരിക്കണം മനുഷ്യനാണ്. അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി രണ്ടെണ്ണടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല, യോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ. എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്തമില്ല, വണ്ടി വിളിച്ച ജീവിതമാണെന്ന് പറയുന്നത് കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം നമ്മൾ സാധാരണ ബാങ്കിൽ വെച്ചിട്ടുണ്ട്. നാളെ എന്ത് എന്റെ പ്രമാണമല്ല. വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അയ്യോ 14ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനല്ലേ. ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവനോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കാം. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിളിൽ നിന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയണം. ഭയങ്കര അരച്ചിലൊക്കെ കൂടിയാണ്. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ, ആദാമിന് 2 മക്കളെ ഉള്ളൂ. ഒന്ന് കായേനും ഒന്ന് ഹാബേലും. അപ്പൊ അബു ആദാമിന്റെ മകൻ അബു. എടാ, അത് തലികുമാറിനോട് എന്നോടാണ് ചോദിക്കുന്നത്. തലികുമാറിന്റെ പടത്തിലെ കാര്യം കറിയപ്പ പിരിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടക്കിടക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നു പോയി. പറന്നുപോയി. അത് കഴിഞ്ഞാൽ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനും വളരെ സുന്ദരനായ ഒരു അണ്ണാനായിരുന്നു. അതും വളർന്ന് വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. അത് ചാടിപ്പോയോ? മരം വളർത്തി. ആ മരം പറന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ് പോലത്തെ സിറ്റുവേഷൻ. ബൈബിളിലെയാണോ? ബൈബിളിലാണ്. പിന്നെ എന്റേതാണ്. 2 ആഴ്ച എന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവ അതങ്ങ് എടുത്തിട്ട് പോയി. ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അതെടുത്തിട്ട് പോയി. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ടുവന്ന് അവിടെ ചേക്കേറി. അവൻ മിക്സറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകാരെ മദ്യപാന്മാരുമായിട്ടാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിലിരിക്കുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. എന്റെ പുണ്യ മത്തായി, നിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോവടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോകണം. പിന്നെ അവിടെ ആരുമില്ലല്ലോ. അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അവൻ ഈ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന്റെ നാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാനൊരു അവസരം കൊടുത്തിട്ടില്ല. അറിയാപ്പാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്നൊന്ന് ചോദിച്ചു. പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനകുന കുത്തി. കുനകുന കുത്തി കുനകുന കുത്തി. കുനകുന കുത്തി കുനകുന കുത്തി കുനകുന കുത്തി. കുനകുന കുത്തി. ഇവൻ പാടി തീരുകയും
ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുഞ്ഞുവിനെ കുത്താനായിട്ട്. അതുകൊണ്ട് ഈ പാട്ടുകൂടെ കേട്ടോ എനിക്ക് വിശന്നിട്ട് രക്ഷയില്ല. കറിയപ്പ കഴിക്കാൻ എന്തെങ്കിലും ഒലക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. തിരിച്ചു പറഞ്ഞേ മോനെ. എന്റെ ദൈവമേ, എന്റെ അമേരിക്കൻ അച്ഛൻ വന്നു. എത്ര നാളായി അച്ചായൻ അതല്ല, ഞാൻ അച്ചായൻ. ഞാൻ ഒന്ന് പെട്ടിയാ. അച്ഛാ, ഈ കുട്ടി ഞാൻ പിടിക്കട്ടാ? എടാ ഇതൊന്ന് പിടിച്ചെടുക്കണ ഇതിനകത്ത സാധനം. ഓ, അങ്ങനത്തെ അച്ഛാ. അടിപൊളി. മൈക്കിൾ, അതൊന്നും ഇവിടെ എടുക്കാനുള്ളതല്ല. അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതാ. എന്റെ അങ്കിളിന് കൊടുക്കണം. അങ്കിളിന് കൊടുക്കണം. അത് മറ്റേതേ ഏയ്, ശല്യപ്പെടുത്താതെ. അതെ അതെ. ശല്യപ്പെടുത്താതെ മൈക്കിൾ. ഇനി ഞാൻ പറഞ്ഞോട്ടെ. ആ, മൈക്കിൾ! നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ പറയുന്നത് ശല്യപ്പെടുത്തരുത്? എന്താ പറ? ആദ്യം 2 പ്രാവശ്യം ശല്യം ചെയ്തില്ലേ, ആ. അതിന്റെ സോറി പറയാൻ വന്നതാ. അയ്യോ, മൈക്കിൾ! അമേരിക്കയിലാണല്ലേ നാട്ടിലാണല്ലേ നിങ്ങൾ കഴുത തന്നെ. അതൊക്കെ പോട്ടെ. എന്റെ അപ്പച്ചനെ നീ നന്നായിട്ട് നോക്കുന്നുണ്ടോ? അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആണോ? സമയാസമയം മരുന്നും ആഹാരവും എല്ലാം ഞാൻ കൊടുക്കുന്നു. എല്ലാം കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് ഇങ്ങനെ മറ്റേ സാധനം സംഭവം ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. എന്റെ ഇവിടെ അടിച്ച ഒരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാനെന്താ അറിയാമോ, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിച്ചു. വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കൂല. അങ്ങനെ അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവർക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ നമ്മൾ കുടിക്കാൻ പാടില്ല. എല്ലാവരും ഇനി വന്നേ, എല്ലാവരും ഇനി വന്നേ. അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാ. മനസ്സ് വിഷമിക്കരുത്. ഇല്ല അച്ഛാ, പറ. അപ്പൊ തീർന്നു. കാണാൻ പറ്റില്ലോ നമുക്ക്. അപ്പം മരിച്ചു പോയി. എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ, എന്നെ വിട്ടുപോയേ. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. എന്നെ വിട്ടുപോയില്ലേ, അപ്പൻ എന്നെ ഇട്ട് പോയില്ല. എന്റെ അപ്പൻ എന്നെ വിട്ടുപോയില്ല. നിങ്ങളുടെ പപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. നാട്ടിൽ വന്നിട്ട് കപ്പ പുഴുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി.